ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് എങ്കിലും ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന പാട്ടിന് വേണ്ടിയുള്ള ആ ഒരു രീതിയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഓരോരുത്തരെ കൊണ്ടും ചെയ്യിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് പഠിക്കുന്നത്. നമുക്കിതിൻ്റെ പാട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഞാനിതിൻ്റെ കുറേശ്ശെ പോലെ നമ്മൾ പഠിച്ച ഓരോ ഭാഗമായിട്ട് എടുത്ത് ഒരു പാട്ട് പാടി ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരം ചെയ്യാം. നമുക്ക് സ്റ്റെപ്പ് പഠിക്കാം. പുതിയ സ്റ്റെപ്പേ അല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ ഇത് ഈ സ്റ്റെപ്പ് പഠിക്കാത്തവരും കാണും. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പഠിക്കാത്തവർ കാണും. അപ്പോൾ അത് നിങ്ങൾക്കും ഇനി പഠിക്കുന്നവർക്കും നമ്മുടെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുന്നത്. നമ്മുടെ ഈ ഡാൻസിന് ആ സ്റ്റെപ്പ് വേണം. അതുകൊണ്ടാണ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സ്റ്റെപ്പ്. ആദ്യം കാണാമോ നോക്കാം നിങ്ങൾ കേട്ടോ. 1 2 3 4 5 6 7 8. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് താഴ്ന്നു നോക്കാം. 1 ചെറുതായിട്ട് ചേർന്നിട്ട് 1 വലതുകാലം മുന്നോട്ട് വെച്ചു. 1 അടുത്തകാലം പുറകിൽ തന്നെയാണ്. അപ്പം 1 ചെറുതായിട്ട് ചേർന്നു. 3 താഴ്ന്നു ഇവിടെ നേരെ. 4 താഴ്ന്നു ഇവിടെ നേരെ. ഇനി 5 താഴ്ന്നു. 6 നേരെ. 7 താഴ്ന്നു. 8 നേരെ. പ്രാവശ്യം കൂടെ കാണിക്കാം. 1 2 3 4 5 6 7 8. മനസ്സിലായല്ലോ അല്ലേ? സ്റ്റെപ്പ് അറിയാവുന്ന സ്റ്റെപ്പാണല്ലോ. നമുക്ക് ഈ സ്റ്റെപ്പിന് ഓരോരുത്തർക്കായിട്ട് ചെയ്തു നോക്കാം. ശരി, നമ്മളിപ്പോൾ പഠിച്ചല്ലോ സ്റ്റെപ്പ്. നമുക്ക് ഓരോരുത്തർക്കായിട്ട് ചെയ്തു നോക്കാം. നമ്മൾ പഠിച്ച സ്റ്റെപ്പാണല്ലോ, നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. എങ്കിലും നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഒന്നും കൂടി ചെയ്തു നോക്കാം. ചെയ്തോളൂ കേട്ടോ. 1 2 3 4 5 6 7 8. ഒന്നും കൂടെ. 1 2 3 4 5 6 7 8. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അറിയാമല്ലോ. ശരി, ഇനി അടുത്ത ആൾ വരൂ. 1 താഴ്ന്നുള്ളൂ. 1 2 3 താഴണം. 4 5 താഴണം. 6 7 വീണ്ടും താഴണം. 8. ഒന്നും കൂടെ ചെയ്യാം. റെഡി. 1 2 3 4 5 6 7 8. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ശരി, അടുത്ത ആൾ വരൂ അല്ലേ? ചെയ്തോളൂ. 1 2 3 4 5 താഴണം. 6 5 താഴട്ടെ. ചവിട്ടി. 6 7 താഴണം. 8. ഒന്നും കൂടെ. 1 2 3 4 5 6 7 8. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ശരി, അടുത്ത ആളെ നമുക്ക് ചെയ്തോളൂ. 1 2 3 താഴണം. 3 4 5 6 7 8. ഒന്നും കൂടെ. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി. 1 2 3 4 5 6 കറക്റ്റാണ്. 7 8 കറക്റ്റാണ്. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു അല്ലേ? ഓക്കെ. 1 2 3 4 5 6 7 8. ഒന്നുകൂടെ ചെയ്യണം. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി, നമുക്ക് ചെയ്തോളൂ. 1 2 3
4 5 6 7 8 ഒന്നും കൂടെ 1 2 3 4 5 6 5 ഒരു സെക്കൻഡ് നമുക്ക് ചെയ്തോളൂ 1 2 3 4 5 6 7 8 ഒന്നും കൂടെ 1 2 3 4 5 6 7 8 ശരി, നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഇത് മനസ്സിലാക്കാനൊന്നും നമ്മൾ പഠിച്ചതല്ലേ? അടുത്ത ആൾ വരൂ. ചെയ്തോളൂ. 1 2 3 4 5 6 7 8. നമ്മൾ ഈ താഴുമ്പോൾ 5ന് താഴ്ന്നിട്ട് 6 നേരെയാണ്, എല്ലാവരും ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത 7 താഴ്ന്ന് 8, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ വേറെ ഒരാളും കൂടെ അങ്ങനെ ചെയ്തു. നമുക്കൊന്നും കൂടെ നോക്കാം ആരാണെന്ന്. ഒന്നും കൂടെ ചെയ്തോളൂ. 1 2 3 4 5 6 7 8. സംശയമില്ലല്ലോ? ഓക്കെ. 2 3 4 5 6 7 8. ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി അല്ലേ? ചെയ്തു. 1 2 3 4 5 അല്ല നേരെ 5 6 പറയരുത്. 6 7 8. അവിടെ ചെയ്ത പോലെ തന്നെയാണ്. ഒന്നും ചെയ്തു 1 2 3 4 5 6 7 8. സംശയമില്ലല്ലോ അല്ലേ? നന്നായിട്ട് മനസ്സിലായി. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൊണ്ടൊന്ന് ചെയ്യാം. വരും അല്ലേ? ഒരുമിച്ച് ചെയ്യണമല്ലോ. ആദ്യം നമുക്ക് വലത്തോട്ട് ചെയ്യണം, വലത്തോട്ട് പ്രാവശ്യം ചെയ്യാം, പിന്നെ അടുത്തോട്ട് ചെയ്യാം. അങ്ങനെയാണ്. ഒന്നുകൂടെ ചെയ്ത് നോക്കാം നമുക്ക്. റെഡി? 1 2 3 4 5 6 7 8. ഇനി അടുത്തോട്ടാണേ. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ പ്രാവശ്യം ഞാൻ ഇടത്തോട്ട് വലത്തോട്ട് പറയില്ല, നിങ്ങൾ തനിയെ അങ്ങ് ചെയ്തോണം. വലത്ത് ചെയ്തോണം, അടുത്ത് ചെയ്തോണം. ഒരു പ്രാവശ്യം ചെയ്യാം. ചെയ്തോളൂ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇതിന് കൈ പഠിക്കാം. കാണിച്ചു തരാം. കൈ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതും കൈ അടിക്കുന്നില്ല, നമ്മൾ തുള്ളുന്നേ ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 7 8. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 3 4 5 6 7 8. മനസ്സിലായാലും നന്നായിട്ട് ചെയ്തു നോക്കാം. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കുക. എല്ലാവരെയും കൊണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8. ഇനി ഇത് തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് ചെയ്താലോ? ചെയ്യാലോ? ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ ചെയ്യാറുണ്ട്. ചെയ്തോളൂ. 1 2 3 4 5 6 7 8. വെരി ഗുഡ്. മിടുക്കി. അടുത്താരെ ചെയ്യാൻ പോണത്? മിടുക്കിയാണല്ലോ അല്ലേ? ചിരിച്ചോളൂ. ചെയ്തോളൂ. 1 2 3 4 5 6 7 8. ഇങ്ങോട്ട് 1 2 3 4 5 6 7 8. അപ്പോഴോ കണ്ണിട്ട് പോകണോ? അടുത്ത ആള്. 1 2 3 4 5 6
7 8 ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 ആ 5 6 നമ്മൾ ആദ്യം അങ്ങോട്ടാണ് എടുക്കേണ്ടത്. ഒന്നുകൂടി ചെയ്യാം. ഈ ലെഫ്റ്റ് മാത്രം, റൈറ്റ് കറക്റ്റാണ്. 1 2 3 4 5 6 7 8 അതെനിക്ക് മനസ്സിലായല്ലോ. ശരി, അടുത്ത ആള് ചെയ്തോ. കൈ തൊഴിലിട്ട് 1 2 3 4 5 6 7 8 ലെഫ്റ്റോട്ട് 1 2 3 4 5 6 7 8 നല്ല മനസ്സിലായല്ലോ അല്ലേ? ശരി, അടുത്ത അത് റൈറ്റ്. 1 2 3 4 5 6 ഒന്നുകൂടെ 1 2 3 4 5 6 7 8 നീ ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 കറക്റ്റാണ്. 6 ശരിയാണല്ലോ. 7 8 ശരിയാണ് ചെയ്തത്. പിന്നെ എന്തിനു സംശയിച്ചവിടെ? അത് കുഴപ്പമില്ല. ലെഫ്റ്റ് ഒന്നുണ്ട്, കറക്റ്റാണ് ചെയ്തത്. ലെഫ്റ്റ് ഒന്നുണ്ട്, എനിക്ക് സംശയം വേണ്ട. ലെഫ്റ്റ് ചെയ്തു, റൈറ്റ് കറക്റ്റാണ്. ഇങ്ങോട്ട് 1 2 3 4 ഈ കൈയാണ്. ഒന്നുകൂടെ ആദ്യം ശരിക്കും ചെയ്തായിരുന്നു. 1 2 3 4 5 6 7 8 കറക്റ്റാണ്. 1 2 3 4 5 6 7 8 കറക്റ്റാണ്. ഇങ്ങോട്ട് അങ്ങോട്ട് 1 2 3 4 ഒരു കൈയാണ്. ഇങ്ങോട്ട് ഈ കൈയാണ്. ഒന്നുകൂടെ ചെയ്യാം. അങ്ങോട്ട് 1 2 3 4 5 6 7 8 ഇനി ഒരുമിച്ച് ചെയ്ത് നോക്കാം. കൈയും കൂടി ചേർത്ത് ചെയ്തോളൂ എല്ലാവരും. അത് റൈറ്റ് ആണ്, അറിയാലോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അവിടെ ചെറിയ സംശയം വന്നു. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സംശയം ഒന്നും തമ്മിൽ തലയിടിക്കാത്ത ഒന്നുകൂടെ ചെയ്യാം. രണ്ടും ചെയ്യാം, എന്നാലും ശരിയാവുള്ളൂ. ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ്. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 ലെഫ്റ്റ് 1 2 ലെഫ്റ്റിലോട്ട് 3 4 5 6 ഇങ്ങോട്ടാണ് 7 8 മനസ്സിലായോ? സംശയിക്കണ്ട, കറക്റ്റാണ് ചെയ്യേണ്ടത്. ആവശ്യ സംശയം. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലായി അല്ലേ? ഒന്നുകൂടെ ചെയ്യണോ? ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, റെഡി ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അവിടെ തമ്മിൽ ഇടിച്ചു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഓക്കെ, കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.